ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിരവധി പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും. ആ രീതിയിൽ നിങ്ങളുടെ ചിന്തനയും ഭാവനയും വരണം. പേടി കൊണ്ടും ഭയം കൊണ്ടും സ്റ്റാർട്ടപ്പ് തുടങ്ങാതിരിക്കാൻ പാടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാറും അതിനുള്ള മന്ത്രികളും നമുക്ക് ഏകപ്പെട്ട സപ്പോർട്ടാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഏകപ്പെട്ട സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ട്രെയിനേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിലെ ബിസിനസ്സിൽ ഇറങ്ങാൻ വേണ്ടി കേരളത്തിലെ യുവജനങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നു. ഈ സർക്കാർ ഇത്രയും നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ആരും പിൻപോക്കാൻ പാടില്ല. വിജയം മാത്രം കണ്ടുകൊണ്ട് ലൈഫിൽ ജീവിക്കാൻ പറ്റില്ല. തോൽവിയും വിജയവും നമ്മുടെ ജീവിതമാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും. കയറ്റവും ഇറക്കവും നമ്മൾ സാമാന്യമായി കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. കൂട്ടായ്മയാണ് സ്റ്റാർട്ടപ്പിന്. ഏകപ്പെട്ട ചിന്തകൾ ഇല്ലാതെ പല ആളുകളെയും ഒന്നിച്ച് സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടുവന്ന് ആ സ്റ്റാർട്ടപ്പ് വിജയിക്കാൻ ഇന്ന് നിരവധി പൈസകൾ ഇറക്കാനായിട്ട് പല സീഡ് സ്റ്റേജ് ഫണ്ടുകളും നമുക്കുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസിനെ മനസ്സ് വെച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കാര്യമില്ല. എടുക്കൂ പത്രം, എഴുതൂ നിങ്ങളുടെ ഐഡിയ, വിജയിക്കാനുള്ള വഴികൾ കണ്ടെത്തൂ. ഞങ്ങളും നിങ്ങളുടെ കൂടെ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാനും നിങ്ങളോട് മെൻറ്റർഷിപ്പ് ചെയ്യുവാനും നിങ്ങളുടെ വിജയ സാധ്യതയ്ക്ക് ഉറപ്പ് വരുത്തുവാനും ഞങ്ങളെമാതിരി എത്രയോ പ്രൊഫഷണൽസ്, എക്സ്പീരിയൻസ് ആൾക്കാർ, റിട്ടയേർഡ് ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ മുൻ വരുന്നതാണ്. കേരളത്തിൻ്റെ വിജയം ഇനി സ്റ്റാർട്ടപ്പിലൂടെ മാത്രമേ നടക്കൂ. കേരളത്തിന് ജോലി കിട്ടാൻ വേണ്ടി പല ആളുകളും പല മറുനാടൻ മലയാളികളായി ജീവിക്കുന്നു. ഇന്ത്യ വിട്ട് വെളിയിൽ പോയി ജീവിക്കുന്നു. എന്തുകൊണ്ടെന്ന് കേരളത്തിലെ ജോലി സാധ്യതകൾ കുറവായതുകൊണ്ടാണ്. ഇന്ന് അതേ കേരളം വീണ്ടും ജോലി സാധ്യതകൾ നേടിയിരിക്കുന്നു. IT പാർക്കുകളും കേരളത്തിലെ ഫുഡ് പാർക്കുകളും കേരളത്തിലെ കിൻഫ്രകളും ഇന്ന് നിരവധി സ്റ്റാർട്ടപ്പുകൾക്ക് വഴിവരുത്തിയിരിക്കുന്നു. ഇത്തരം ഒരു സർക്കാരിൻ്റെ സമീപനം കേരളത്തിനെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ പോയി തൊഴിലവസരങ്ങൾ, ഏകദേശം തൊഴിലവസരങ്ങളും ഏകദേശം സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടാകുന്ന ഒരു കേരളമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൽ ആ സന്തോഷ വാർത്ത ഒരു മറുനാടൻ മലയാളി എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുനാടൻ മലയാളിയായി ഇരുന്നാൽ പോലും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കേരളം വിജയിക്കണം എന്ന ആ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടപ്പിലൂടെ മാത്രമേ നമ്മൾക്ക് ഇനി കേരളത്തിൻ്റെ എക്കോണമി വലുതാക്കാൻ കഴിയും. കാരണം പല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവിടെ ഉണ്ട്. ദേഷ്യം നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള സ്ഥലമാണ്. അതിനെല്ലാം കൺവേർട്ട് ചെയ്ത് പണമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിരവധി കോടീശ്വരന്മാരെ നമ്മൾ സൃഷ്ടിക്കാൻ കഴിയും. തൊഴിലാളികളായി ജീവിക്കണമെന്ന് മാത്രം ചിന്തിക്കാതെ ഒരു ദിവസം തൊഴിലാളിയുമായ നിങ്ങളൊരു മുതലാളിയുമാകാം. ആ മുതലാളി ആയി നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ പണം കൊണ്ട് പല മുതലാളിമാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ആ ചിന്താഗതിയിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വിജയം മറ്റുള്ള ഒരു സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾക്കുള്ള പണം അവർക്കും സഹായിക്കാൻ, അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല വിജയിക്കാൻ പോകുന്നത്, നമ്മുടെ കൂടെ ഇരിക്കുന്നവരും നമ്മുടെ സമുദായവും നമ്മുടെ രാജ്യവും നമ്മളെ നമ്മൾ വിജയിപ്പിക്കാൻ കഴിയും. നമ്മൾ ജനിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ജീവിക്കാനല്ല ജനിച്ചിരിക്കുന്നത്. നമ്മുടെ സമുദായത്തിനെയും കൂടെ നമുക്ക് വേണം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ വേണം. നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ എല്ലാവരും ഒന്നടക്കം ഒരേ ചിന്ത, കേരളത്തിൻ്റെ വിജയം എൻ്റെ കേരളം എന്ന സന്ദേശവുമായി നമ്മളത് കേരള സർക്കാരിനോടുകൂടെ സന്തോഷമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റാർട്ടപ്പ് മേഖലയെ വൻ വിജയമാക്കാൻ പേടി ഭയമില്ലാതെ രംഗത്ത് വരണം. ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ. സ്റ്റാർട്ടപ്പിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. സ്റ്റാർട്ടപ്പിനായി ഞങ്ങൾ കൂടെ നിൽക്കും. സ്റ്റാർട്ടപ്പിൻ്റെ വൻ ചിന്തകൾക്ക് ഞങ്ങൾക്കും വിജയം കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാവരും ഒന്നടങ്കം പാടുപെടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.